യേശുവേ സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവ മക്കളുടെ മധ്യത്തിലായിരിക്കാം സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവ മക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിൽ നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ ദൈവത്തെ വാഴ്ത്താൻ സ്തോത്രം. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. ആരൊക്കെ നമ്മെ കൈവിട്ട് കളഞ്ഞാലും, ആരൊക്കെ നമ്മെ മറന്നാലും, മറക്കാത്ത അരുമരക്ഷകൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവ് നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. ആ ഒരു ഉറപ്പോടും ധൈര്യത്തോടും കൂടി നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ആമേ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. മർക്കോസ് 5-ാം അധ്യായം അതിന്റെ 36-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ആമേ. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഭയപ്പെടേണ്ട, വിശ്വസിക്കാൻ മാത്രം ചെയ്യുക. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. യാതൊരു സാഹചര്യവും യാതൊരു സാധ്യതയും അനുകൂലം അല്ലായിരിക്കാം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് കാണുമായിരിക്കാം. എല്ലാ സാധ്യതകളും അവസാനിച്ച് തുടങ്ങിക്കാണുമായിരിക്കാം. സ്തോത്ര. സാഹചര്യങ്ങൾ കൊണ്ട് ഇനി ഒരു വിടുതൽ നടക്കത്തില്ല. ഇതിനകത്തൊരു സ്തോത്ര നന്മ കാണാൻ കഴിയത്തില്ല. ഇതിനകത്ത് നിന്ന് ഒരു സ്തോത്ര അനുഗ്രഹം എൻ്റെ മേൽ വെളിപ്പെടുകയില്ല എന്ന് പറഞ്ഞ് എല്ലാം അവസാനിച്ചു എന്ന ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഇനി നോക്കിയിരിക്കേണ്ട, ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട എന്നുള്ള ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശയും ഭാരവും പ്രയാസവും ഒക്കെ കടന്നു വരും. പക്ഷേ അവിടെ യേശു കർത്താവിന് പറയാനായിട്ട് ഉള്ളത് മാനുഷിക വാക്കുകളെ അല്പസമയത്തേക്ക് കർത്താവിന് മാറ്റി വച്ചിട്ട് കർത്താവിന് പറയാനായിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ: ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഹല്ലേലൂയ. ഈ പൽക്കാലം സാഹചര്യങ്ങളെ നോക്കി നിരാശപ്പെട്ടു പോകാതെ, കടന്നു പോകുന്ന സ്തോത്ര അവസ്ഥകളെ നോക്കി നിരാശപ്പെട്ടു പോകാതെ പ്രിയ ദൈവപൈതലേ കർത്താവിൽ വിശ്വസിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനായിരിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമത്രേ. ഹല്ലേലൂയ. ഏകനായിരുന്ന മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതായ ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുവാൻ മതിയായ ദൈവമത്രേ. സ്തോത്രം. ഇവിടെ മർക്കോസ് എഴുതിയ സുവിശേഷത്തിന്റെ 5-ാം അധ്യായത്തിലെ 21 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു യേശുവിന്റെ കാൽക്കൽ വീണു. അവന് എന്റെ കുഞ്ഞുമകൾ മരണാസന നിലയിൽ ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവിക്കേണ്ട, നീ വന്ന് അവിടെ മേ കൈവയ്ക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം. തന്റെ കുഞ്ഞുമകളുടെ സാഹചര്യത്തെ അതേ സ്തോത്രം കണ്ടുകൊണ്ട് പകച്ചു നിൽക്കാതെ, ഡോക്ടർമാർ കൈവിടുമ്പോൾ സാഹചര്യങ്ങളൊന്നും ഇനി കുഞ്ഞ് അധിക ടൈം ജീവിച്ചിരിക്കത്തില്ല എന്ന് പറയുമ്പോൾ അതിനെ സ്തോത്രം നിരാശപ്പെട്ട് ഭവനത്തിനൊക്കെ തിരിക്കാതെ ജീവൻ കൊടുപ്പാൻ കഴിയുന്ന, ഡോക്ടർമാരുടെ വാക്കുകളെ മാറ്റുവാൻ കഴിയുന്ന, ആ കുഞ്ഞിനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന യേശു കർത്താവിന്റെ കാൽക്കലിലേക്ക് സ്തോത്രം ആ മനുഷ്യൻ കടന്നു വരുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, സാഹചര്യങ്ങൾ നിന്നെ നിരാശപ്പെടുത്തിയിരിക്കാം. അതേ, മറ്റുള്ളവരുടെ വാക്കുകൾ നിന്നെ നിരാശപ്പെടുത്തിയിരിക്കാം. പക്ഷേ അതിനകത്ത് നീ ഒതുങ്ങിപ്പോകാതെ നീ കർത്താവിന്റെ കാൽക്കൽ നിന്റെ വിഷയത്തെ ഈ പകൽക്കാലം കൊണ്ടുവയ്ക്കാൻ തയ്യാറാക്കുന്നുവെങ്കിൽ ആ വിഷയത്തെ എന്റെ കർത്താവ് ചുമക്കും. നീ ആ വിഷയത്തെ ചുമക്കേണ്ടി വരികയില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്ര. പള്ളിപ്രമാണികളിൽ സ്തോത്ര യായിറോസ് എന്ന് ഉള്ള ഒരുവനാണ്. പക്ഷേ യേശുവിന്റെ കാൽക്കൽ വന്ന് സ്തോത്രം അടുക്കൽ വരേണ്ടതിന്, അല്ലെങ്കിൽ കാൽക്കൽ വന്ന് വീണ് സ്തോത്ര തന്റെ വിഷയത്തെ അവതരിപ്പിക്കുവാൻ താൻ യാതൊരു മടിയും കാണിച്ചില്ല. ഈ പകൽക്കാലം
സ്തോത്ര. ഈ ഭാരപ്പെടുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, നിരാശപ്പെടുത്തുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയത്തെ കർത്താവിന്റെ കാൽക്കൽ ഒന്നുകൊണ്ട് വയ്ക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ നിശ്ചയമായിട്ടും അതിനകത്ത് വിടുതൽ ഉണ്ട്. സ്തോത്രം. യായിറോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഞ്ഞുമകൾ മരണാസനെ ഇരിക്കുന്നു. സ്തോത്രം. കാരണം ഏത് സമയവും മരിച്ചു പോകാമെന്നുള്ള ഒരു സാഹചര്യത്തിൽ ഇരിക്കുന്നു. പക്ഷേ അതിനകത്ത് അവൾ രക്ഷപ്പെടണം. അവൾ മരിച്ചു പോകാൻ പാടില്ല. അവൾ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഹല്ലേലൂയ. ജീവനെതിരായി വെല്ലുവിളി നടത്തുമ്പോ, ആരോഗ്യത്തിനെതിരായി വെല്ലുവിളി നടത്തുമ്പോ, അതിന്റെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞ് ശത്രുമണ്ഡലം വെല്ലുവിളിക്കുവാൻ തയ്യാറായപ്പോ യായിറോസ് ഭവനത്തിനകത്ത് ഒതുങ്ങിയിരിക്കേല. യായിറോസ് അതിനകത്തുനിന്ന് വിടുവിപ്പാൻ കഴിയുന്ന, അതിനകത്തുനിന്ന് രക്ഷിപ്പാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിന്റെ അടുക്കൽ ഓടി എത്തുവാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രശ്നങ്ങളുടെ നടുവേ നീ ഭവനത്തിനകത്ത് ഒതുങ്ങാതെ നീ കർത്താവിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്റെ വിഷയങ്ങൾ അവതരിപ്പിക്കുവാൻ തയ്യാറാക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നാം പലപ്പോഴും നിരാശപ്പെടും. ഇനി ഇതിനകത്തൊരു വിടുതലില്ല, ഇനി ഇതിനകത്ത് യാതൊരു മറുപടിയുമില്ല എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടുവാൻ തയ്യാറാകുമ്പോ, ഇല്ല പ്രിയ ദൈവ പൈതലേ, നീ എത്തിക്കേണ്ടടുത്ത് നിന്റെ വിഷയത്തെ എത്തിച്ച അതേ സ്തോത്രം, നിനക്ക് വിടുതലുണ്ട്. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യായിറോസിന്റെ കൂടെ യേശു കർത്താവ് കടന്നുപോയി. അതിനകത്ത് മറ്റൊരു വിടുതൽ നടക്കുന്നു. എന്നാൽ അതിന് തൊട്ട് അല്പസമയം കഴിയുമ്പോ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവിടെ മറ്റൊരു വിടുതൽ കൊടുത്ത ശേഷം യായിറോസിനോടൊപ്പം വീണ്ടും യാത്ര തിരിക്കുക യേശു കർത്താവ് ഒരുങ്ങുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിനെന്ന് ചോദിച്ചു. പ്രിയതേ മക്കളെ, സ്തോത്രം. യേശു കർത്താവ് അവിടെ ഒരു സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്നു. ആ സൗഖ്യത്തിന് ശേഷം തന്നോടൊപ്പം ഒന്നും യാത്ര ചെയ്ത് ആ ഒരു പ്രതീക്ഷ യായിറോസിന്റെ ജീവിതത്തിൽ വീണ്ടും കടന്നു വരിക. യേശു കർത്താവ് ഭവനത്തിൽ വരും, കുഞ്ഞിന് സൗഖ്യം ലഭിക്കും, കുഞ്ഞിനെ എഴുന്നേൽപ്പിച്ചു കൊടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടി യായിറോസ് ഇരിക്കുമ്പോഴാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറയാണ്, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന്? കാരണം എന്തെന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. കുഞ്ഞെന്ത് ചെയ്തു? മകൾ മരിച്ചുപോയി. യായിറോസ് കടന്നു വന്നത്, സ്തോത്രം, ആ കുഞ്ഞിനൊരു അല്പം ജീവൻ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ കടന്നു വന്നത്. പ്രിയതേ മക്കളെ, സ്തോത്രം. യായിറോസിന്റെ മൈൻഡിൽ പല ചിന്തകൾ കടന്നു വരാം. ഞാൻ ജീവൻ ഉണ്ടായിരുന്നപ്പോ കടന്നു വന്നതാ, യേശു കർത്താവ് വൈകിയത് കൊണ്ടാ എന്റെ കുഞ്ഞിന് ജീവൻ നഷ്ടപ്പെട്ട. ഇങ്ങനെ പല ചോദ്യങ്ങൾ പൊങ്ങി വന്ന് താൻ നിരാശപ്പെടാനായിട്ടുള്ള ഒരു സാഹചര്യം തന്റെ മുമ്പിൽ വരുന്നതിന് മുമ്പേ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവ് അടുത്തൊരു വാക്ക് അവിടെ ഇടപെടുകയാണ്. പ്രിയതേ മക്കളെ, നിന്റെ വിഷയത്തിനകത്ത് ചിലപ്പോൾ അല്പം ലേറ്റായെന്ന് നിനക്ക് തോന്നിയിരിക്കാം. നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് മൗനമായിട്ട് ഇരിക്കുന്നു എന്ന് നിനക്ക് തോന്നിയിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, നിന്നോട് സമാധാനിപ്പിക്കേണ്ടതിനായിട്ട്, നിന്നെ ബലപ്പെടുത്തേണ്ടതിനു വേണ്ടി, നിനക്ക് വേണ്ടി സംസാരിച്ചു തുടങ്ങുന്ന ഒരു കർത്താവുണ്ട്. യേശു കർത്താവിന്റെ അടുക്കൽ യായിറോസ് എന്ന് പറഞ്ഞു, കുഞ്ഞു മരിക്കാറായി എന്ന് പറഞ്ഞു. യേശു കർത്താവ് പോവാൻ ഒരുക്കമായി, ശരിയാണ്. പക്ഷെ ഒരിടത്തും യായിറോസിനോട് യേശു കർത്താവ് സംസാരിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. പക്ഷെ ചില മാനുഷികമായ വാക്കുകൾ, എല്ലാം തീർന്നു, എല്ലാം അവസാനിച്ചു എന്നത് താൻ അഭിമുഖീകരിച്ച വിഷയത്തിന്റെ നടുവിലേക്ക് പൊങ്ങി വരാൻ ഇടയായി തീർന്നപ്പോ എന്റെ യേശു കർത്താവ് സംസാരിക്കാൻ തുടങ്ങി. ഈ പകൽക്കാലം ചില മാനുഷിക വാക്കുകൾ കേട്ട് നീ നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. നീ കർത്താവിന്റെ അടുക്കൽ ചില വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോ ചില പ്രതീക്ഷകൾ ഉണ്ടായി കാണുമായിരിക്കാം. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു തുടങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽക്കാലം നീ ദൈവശബ്ദം കേട്ടു തുടങ്ങും. ഹല്ലേലൂയ. നിന്നോട് കൃത്യമായി സംസാരിക്കും കർത്താവ്. ഹല്ലേലൂയ. എന്തിനാ? സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നു, അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, മാനുഷിക വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താം, മാനുഷിക വാക്കുകൾ നമ്മെ പിന്തിരിപ്പിച്ച് കളയാം, മാനുഷിക വാക്കുകൾ നിന്നെ നിരാശപ്പെടുത്തി കളയാം, മാനുഷിക വാക്കുകൾ നിന്റെ പ്രാർത്ഥനാ ലൈഫിനെ മാറ്റിക്കളയാം. പക്ഷേ അവിടെ യേശു കർത്താവിന് പറയാനായിട്ടുള്ളത്, മാനുഷിക വാക്കുകളെ നീ നോക്കണ്ട, നിന്റെ വിഷയത്തിനകത്ത് കർത്താവ് ഇടപെടാൻ ഒരുക്കമെത്ര. സ്തോത്രം. അതെ, കർത്താവ് മാനുഷികമായി
ആ വാക്കുകളെ കാര്യമാക്കാതെ വിട്ടുകളഞ്ഞു വെക്കേ. ഇന്ന് നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് മനുഷ്യർ നീ കാണുകയും കേൾക്കുകയും നിനക്കെതിരായി പറയുന്ന വാക്കുകളെ നിന്റെ വിഷയത്തിനകത്ത് തൊടുത്തിവിടുന്ന, നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിക്കുവാനായിട്ട് അതെ തൊടുത്തിവിടുന്ന ചില വാക്കുകളെ നീ നിസ്സാരമായിട്ട് നിന്റെ ഹൃദയത്തിനകത്ത് തറയ്ക്കുവാൻ നീ വിട്ടുകൊടുക്കാതെ, നിന്റെ വിശ്വാസത്തിന് ചോർച്ച വരുവാൻ വിട്ടുകൊടുക്കാതെ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകന്നു പോകുവാൻ നീ ഇടകൊടുക്കാതെ വേണം. നിന്റെ ഹൃദയത്തിനകത്ത് പതിപ്പിക്കാതെ ചില മാനുഷിക വാക്കുകളെ നീ വിട്ടുകളയുക. സ്തോത്രം, ഹല്ലേലൂയ. മാനുഷിക വാക്കുകളാണ് നമ്മൾ പലപ്പോഴും ദൈവം നമ്മോട് പറയുന്നതല്ല നോക്കുന്നത്, മാനുഷിക വാക്കുകളാണ് നാം ഏറ്റവും അധികം. ഡോക്ടർമാർ എന്തു പറയുന്നു, നമ്മുടെ കൂടെ നടക്കുന്നവർ എന്തു പറയുന്നു, അതാ സ്തോത്രം. നിന്നോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞ പ്രിയ ദൈവമക്കളെ, നീ അതിനെ വിശ്വസിച്ചാൽ മതി. നീ ഒരു വിഷയത്തെ പൂർണ്ണ ഹൃദയത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നീ കർത്താവിന്റെ പാദപീഠത്തിൽ ഇറക്കി വച്ച നീ ആ വിഷയത്തെ ചുമക്കേണ്ടി വരികയില്ല. അതിന് എത്രയൊക്കെ എന്തെല്ലാം ഏത് രീതിയിലെന്നായി പറഞ്ഞാല് പ്രിയ ദൈവമക്കളെ സ്തോത്രം, നിന്റെ വിശ്വാസത്തെ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. ഇതേ കുഞ്ഞു മരണാസന നിലയിലാണ് അവിടെ യേശുവിന്റെ അടുക്കൽ ആ മനുഷ്യൻ കൊണ്ടുവന്ന ആ വിഷയത്തെ വച്ചത്. ആ വിഷയത്തെ ഏറ്റെടുത്ത ഒരു കർത്താവ്. ഹല്ലേലൂയ. ഈ പൽക്കാലം ചിലരുടെ വിഷയത്തെ എന്റെ കർത്താവ് ഏറ്റെടുക്കുന്ന പകൽക്കാലം അത്രേ. നീ നിരാശപ്പെട്ട് നടക്കണ്ട, നീ ആ വിഷയത്തെ ചുമന്നുകൊണ്ട് നടക്കണ്ട. നീ ആ വിഷയത്തിനകത്ത് മറ്റുള്ളവരുടെ മുമ്പ് ആ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഭയപ്പെടാതെ. ഭയം കൊണ്ടുവരുന്നത് പിശാചാണ്. ആ ഭയത്തെ നീ നിന്റെ ജീവിതത്തിനകത്തുനിന്ന് പുറത്ത് കളയുക. സ്തോത്ര. ആ ഇരുളിന്റെ സ്പിരിറ്റിനെ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഭയത്തിന്റെ സ്പിരിറ്റിനെ, നിന്റെ തലമുറയെ കുറിച്ചുള്ള ഭയം, ഹല്ലേലൂയ, നിന്റെ ഭാവിയെ കുറിച്ചുള്ള ഭയം, ഹല്ലേലൂയ, നിന്റെ മുന്നോട്ടുള്ള യാത്രയെ കുറിച്ചുള്ള ഭയത്തെ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. സ്തോത്രം. കർത്താവിന് പറയാനായിട്ടുള്ള ഒന്നേ ഉള്ളൂ, വിശ്വസിക്കുക. ഹല്ലേലൂയ. ആരിൽ വിശ്വസിക്കണം? നിനക്ക് ജീവൻ തന്ന, നിന്റെ തലമുറയ്ക്ക് ജീവൻ തന്ന, ഈ നിമിഷം വരെ വഴി നടത്തിയതായ ആ കർത്താവ് നീ ഒന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. ഹല്ലേലൂയ. മാനുഷിക വാക്കുകളെ നീ വിട്ടുകളയുക. ലോകം പറയുന്ന വാക്കുകളെ യേശുവിന്റെ നാമത്തിൽ നീ ക്യാൻസൽ ചെയ്യുക. ഹല്ലേലൂയ. യേശു ആ വാക്ക് കാര്യമാക്കാതെ, ഹല്ലേലൂയ, അതേ നിന്നെ പറ്റി പറഞ്ഞ ചില വാക്കുകളെ കർത്താവ് കാര്യമാക്കാതെ നിനക്ക് വേണ്ടി ഈ പകൽക്കാലം ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. ദൈവത്തിന്റെ കർത്താവിന്റെ അടുക്കൽ പ്രിയ കുഞ്ഞെ, നീ വിഷയത്തെ പരമേൽപ്പിച്ചിട്ടുണ്ടോ? നീ ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നീ തല കുനിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നീ മറ്റുള്ളവരുടെ മുമ്പിൽ നഷ്ടപ്പെട്ടതിന്റെ കണക്ക് പറയുക സ്വർഗത്തിലെ ദൈവം ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. യേശു പറഞ്ഞു, യേശു ആ വാക്ക് കാര്യമാക്കാതെ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം. അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് നാം എന്തെങ്കിലും ഒന്ന് പ്രാപിക്കണമോ? നമ്മുടെ ജീവിതത്തിൽ ഭയം മാറണം, വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. ഒന്നുകൂടി ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കർത്താവിൽ നിന്ന് നാം ചിലത് പ്രാപിക്കണമോ? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഭയത്തെ മാറ്റണം, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ. അവിടെയാ കർത്താവിന് ചിലത് ചെയ്യുവാൻ കഴിയുന്നത്. അവിടെയാ നഷ്ടപ്പെട്ടതിനെ എഴുന്നേൽപ്പിച്ച് നിനക്ക് തരാൻ കഴിയുന്നത്. യേശു കർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നുപോയി അവിടെ കരയുന്നവരെയൊക്കെ പുറത്താക്കിയിട്ട് യേശു കർത്താവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുട്ടിയുടെ അപ്പനും അമ്മയും ആയിട്ട്, സ്തോത്രം, ഹല്ലേലൂയ, അതേ സ്തോത്രം, അവിടെ എല്ലാരെയും പുറത്താക്കിയിട്ട് അപ്പനെയും അമ്മയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടിക്കിടന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് കുട്ടിയുടെ കൈക്ക് പിടിച്ചു, ബാലെ എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന അർത്ഥത്തോടെ തലീദാ കുമി എന്ന് പറഞ്ഞു. യായിറോസ് യേശുവിന്റെ അടുക്കൽ വന്നപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഞ്ഞ് മരണാസന നിലയിലാണ്, പക്ഷേ അവിടെ കൈക്ക് നീ പിടിച്ച്, അവിടെ കാണുക, അതാ പറഞ്ഞത്, അവിടെ രക്ഷപ്പെട്ട് ജീവിക്കണം. നീ അവളുടെ മേൽ കൈവയ്ക്കണമേ. കർത്താവിന്റെ കയ്യിൽ കൂടി ആ ജീവൻ വ്യാപരിക്കുമെന്നുള്ള, അവിടെ രോഗത്തെ, ആ 12 വയസ്സായ കുഞ്ഞിനെ ജീവനെ നഷ്ടപ്പെടുത്തി കളയുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ആ രോഗാത്മശക്തിയെ മാറ്റുവാനായിട്ട് യേശുവിന്റെ കരത്തിൽ കൂടി കഴിയുമെന്ന് യായിറോസ് വിശ്വസിച്ചു. ഈ പകൽക്കാലം
എന്റെ കർത്താവിന്റെ ഒരു വാക്കിന് മുമ്പിൽ, എന്റെ കർത്താവിന്റെ ഒരു സ്പർശനത്തിന്റെ മുമ്പിൽ, കർത്താവിന്റെ ഒരു കൈവയ്പ്പിനകത്തുകൂടി, ഹല്ലേലൂയ, കർത്താവിന്റെ നോട്ടത്തിൽ കൂടി നീ കടന്നു പോകുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതൽ ലഭിക്കുമെന്ന് നിനക്ക് വിശ്വസിക്കാമോ? നീ എന്ത് വിശ്വസിച്ച് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നു? യായിറോസ് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, അവിടെ രക്ഷപ്പെട്ട് ജീവിക്കേണ്ടതിനെ നീ വന്ന് അവിടെ മേൽ കൈവയ്ക്കണം. യേശു കർത്താവ് ഭവനത്തിൽ കടന്നു പോയിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. കുട്ടി കിടക്കുന്ന ഇടത്തേക്ക് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ഹല്ലേലൂയ. അവിടെ എന്ത് പറയുന്നു? ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്ന അർത്ഥത്തോടെ തലീദാ കുമി എന്ന് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇനി നടക്കത്തില്ല, ഇനി അവൾ ചലിക്കത്തില്ല, ഇവിടെ കൊണ്ട് തീർന്നു, ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതിന്റെ നടുവിൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യേശു കർത്താവിടെ കൈക്ക് പിടിച്ചു. ബാലെ എഴുന്നേൽക്ക എന്ന് നിന്നോട് പറയുന്നു എന്ന് അർത്ഥത്തോടെ തലീദാ കുമി എന്ന് അവളോട് പറഞ്ഞു. ബാലെ ഉടനെ എഴുന്നേറ്റു. അതേ, ചലനമില്ലാതെ കിടക്കുന്ന ചില വിഷയത്തെ നോക്കി ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, തലീദാ കുമി, എഴുന്നേൽക്ക. ഹല്ലേലൂയ. ചില വിഷയങ്ങളെ കർത്താവ് നിന്റെ കരത്തിൽ എഴുന്നേൽപ്പിച്ച് തരാൻ പോകുക. അസ്തമിച്ചു, ചലനമില്ല, ഇനി ഇതിനകത്തൊരു വിടുതലില്ല, ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. അല്പസമയം കഴിയുമ്പോ ഈ വിഷയത്തെ പുറത്തു കൊണ്ട് കളഞ്ഞ് ഇതിനെ എന്നേക്കുമായി നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുമെന്ന് പറഞ്ഞ് ശത്രു നിന്റെ മുമ്പാകെ നിന്ന് വെല്ലുവിളിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ജീവൻ കൊടുപ്പാൻ അധികാരമുള്ളവേ, തിരിച്ച് നഷ്ടപ്പെട്ടതിന് നിന്റെ കരത്തിൽ തരുവാൻ കഴിയുന്നവേ, ഇനി ഇതിനകത്തൊന്നും ഒന്നും കാണത്തില്ല എന്ന് പറഞ്ഞു നിന്ന് തന്നെ എന്താണ് നീ ആ കുഞ്ഞിന്റെ നിന്ന് കാണുവാൻ യായിറോസിൽ കഴിയത്തില്ല എന്ന് പറഞ്ഞതോ, കുഞ്ഞ് എഴുന്നേറ്റ് നടന്നു. അവിടെ കാണുവാൻ സാധിക്കുന്നു, ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. സ്തോത്രം. ഉടനെ ചില വിടുതലുകൾ പ്രിയ ദൈവത്തിലെ എന്നെങ്കിലും നടക്കുമെന്നല്ല കാണുവാൻ സാധിക്കുന്നത്. ഉടനെ ഹല്ലേലൂയ, എന്റെ യേശുവിന്റെ വിടുതൽ നിന്റെ ഭവനത്തിനകത്ത് നടക്കും. ഏതൊക്കെയോ വിഷയങ്ങൾ തീർന്നു, അവസാനിച്ചു, ഇനി ഇതിനകത്ത് യാതൊരു ചലനവുമില്ല എന്നോർത്ത് ഭയപ്പെടുന്നില്ലേ? ആകുലപ്പെടുന്നില്ലേ? അതെ, അതിനോടൊപ്പം ചില മാനുഷിക വാക്കുകൾ നിന്നെ ഒത്തിരി വേദനിപ്പിക്കുന്നില്ലേ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഭയപ്പെടേണ്ട. സ്തോത്രം. വിശ്വസിക്കാമോ കർത്താവിൽ? ഹല്ലേലൂയ. കർത്താവിന് ജീവൻ കൊടുക്കുവാൻ കഴിയും. മരിച്ചതിന് ഉയർപ്പിക്കുകയും ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും ദൈവം. ഇവിടെ പൈതൽ ഉടനെ എഴുന്നേറ്റു നടന്നു. ഹല്ലേലൂയ. അവൾക്ക് 12 വയസ്സായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രിയ ദൈവമക്കളെ, ചില വിഷയങ്ങളെ കർത്താവ് ഈ പകൽക്കാലം എഴുന്നേൽപ്പിക്കാൻ പോകുക. അതെ, കൈവിട്ടു പോയെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾ നീ നാളുകളായിട്ട് ചില വിഷയത്തിന് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ചില ടൈം കഴിഞ്ഞപ്പോ ആ വിഷയം നിന്റെ മുമ്പിൽ നിന്ന് എന്നേക്കും മാറിപ്പോകുന്നത് പോലെ ആ വിഷയത്തെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് തീർത്ത് ഭയപ്പെട്ട് ആകുലപ്പെട്ട് നീ നിരാശപ്പെട്ട് നിന്റെ ഭവനത്തിനകത്ത് ഒതുങ്ങിയിരിക്കുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നീ കർത്താവിന്റെ അടുക്കൽ വിഷയത്തെ ഇറക്കി വച്ചിട്ടുണ്ടോ? നീ കർത്താവിന്റെ കാൽക്ക് നിന്റെ വിഷയത്തെ ഇറക്കി വച്ചിട്ടുണ്ടോ? നിന്റെ കർത്താവിന്റെ സന്നിൽ വന്ന് നിന്റെ വിഷയത്തെ നിലവിളിയോട് കൂടി ഇറക്കി വച്ചിട്ടുണ്ടോ? നീ കരയാൻ ദൈവം അനുവദിക്കത്തില്ല, നീ ലജ്ജിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അതേ, നിനക്ക് നഷ്ടത്തിന്റെ കണക്ക് പറയും എന്റെ ദൈവം അനുവദിക്കത്തില്ല. ചില ഭവനത്തിനകത്തുള്ള കൂട്ടക്കരച്ചിലുകളെ, ആരവാരത്തെ ഈ പകൽക്കാലം കൊണ്ട് പരിശുദ്ധാത്മ ചിലത് മാറ്റാൻ പോകിയ. നിന്റെ ഭവന വിലാപത്തിന്റെ ഭവനവും അതേ സ്തോത്ര ഹല്ലേലൂയ നഷ്ടത്തിന്റെ ഭവനവുമാക്കി തീർക്ക. നിന്റെ ജീവിതകാലം മുഴുവനും ചില വിഷയങ്ങളെ ഓർത്ത് നീ നിരാശയിൽ കൂടി കടന്നു പോകുമെന്ന് ശത്രു വാദിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ഈ പകൽക്കാലം ഹല്ലേലൂയ നഷ്ടത്തിന്റെ ഹല്ലേലൂയ ചില കണക്കുകളെ കർത്താവിന്ന് പൊട്ടിച്ച് കളയുക. അതെ, ചില വിഷയത്തിനകത്ത് എന്റെ കർത്താവിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കാൻ പോകുക. നിന്റെ വർഷങ്ങളെ ഹല്ലേലൂയ നിന്റെ പാടാക്കി കളയുമെന്ന് ശത്രു വാദിക്കുമ്പോ നിന്റെ ജീവിതത്തിന്റെ സ്തോത്ര അകത്തളങ്ങളിലേക്ക് സ്തോത്രം ഭയവും നിരാശകളും കൊണ്ടിട്ട് അയ്യോ ഇതാണല്ലോ സംഭവിച്ചത്, കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവച്ച വിഷയമാണല്ലോ, എന്താ പിന്നെ ഇത് സംഭവിച്ചതെന്ന് ഓർത്ത് നീ നിരാശപ്പെടുമ്പോ ഈ
പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഭയപ്പെടാതെ വിശ്വസിക്കുക. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് ഭരിക്കുന്ന, നിന്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരിക്കുന്ന ഭയത്തെ യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു കളയുക. ഹല്ലേലൂയ. ചിലരുടെ അകത്തുനിന്ന് ഭയത്തെ ദൈവം എടുത്തു മാറ്റുക. ചില വാക്കുകൾ കൊണ്ട് നിന്നെ ഭയപ്പെടുത്തിയത്, ചില പ്രവൃത്തികൾ കൊണ്ട് നിന്നെ ഭയപ്പെടുത്തിയത്, സാഹചര്യ മുഖാന്തരം നിന്റെ ജീവിതത്തെ ഉള്ളിനകത്ത് കടന്നു വന്ന ഭയം, നീ പോലും അറിയാതെ നിനക്ക് ഉറങ്ങുവാൻ കഴിയാതെ വേണം, രാത്രി കിടക്കുവാൻ കഴിയാതെ വേണം, എന്ത് ചെയ്യണമെന്നറിയാതെ നീ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയത്തിനകത്ത് കർത്താവിന്റെ കരം ഈ പകൽക്കാലം ചലിക്കും. ഹല്ലേലൂയ. എന്റെ കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. അത്യാസന നിലയിൽ കിടന്ന കുഞ്ഞിന്റെ വിഷയത്തെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവച്ചപ്പോ നീ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. ഡോക്ടർമാർ കൈവിടുമ്പോ, അല്ലെ കൈവിട്ടു പോകുന്നു എന്ന് തോന്നുമ്പോ നീ മൗനമായിട്ടിരിക്കുകയല്ല. നിന്റെ വിഷയത്തിന് പരിഹാരം തരുവാൻ കഴിയുന്ന, ആ വിഷയത്തെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്ന, ആ വിഷയത്തിനകത്ത് മറുപടി തരുവാൻ കഴിയുന്ന, ഒരു ഉയർപ്പ് തരുവാൻ കഴിയുന്ന കർത്താവിന്റെ അടുക്കൽ നീ കൊണ്ടുവന്ന് വയ്ക്കുക. സ്തോത്രം. നിരാശപ്പെട്ട് ഭവനത്തിന്റെ അകത്തിരിക്കുകയല്ല, കർത്താവിന്റെ കാൽക്കാൽ വന്ന് വീഴാൻ തയ്യാറാക്കുക. നിന്റെ വിഷയത്തെ ഇറക്കി വെക്കാൻ തയ്യാറൊക്കെ. ഭവനത്തിനകത്ത് കരഞ്ഞു വിലപിച്ചിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മ വ്യക്തമായി പറയുന്നു, നിന്റെ വിഷയത്തെ യായിറോസ് കർത്താവിന്റെ സന്നിധിയിൽ ഇറക്കി വച്ചതോ പോലെ മനുഷ്യരുടെ മുമ്പാകെ ചെന്ന് ഇനി ഇറക്കി വെക്കാതെ നിന്റെ വിഷയത്തെ തൊടുവാൻ കഴിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെക്കുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ചില ഭവനത്തിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ പോക്കിയ. ജീവിതകാലം മുഴുവൻ നിരാശപ്പെട്ടിരിക്കും ഈ വിഷയത്തിനകത്തെന്ന് പറഞ്ഞ് ശത്രു നിന്റെ മുമ്പിൽ കടന്നു വന്ന് നിൽക്കുമ്പോ ഈ പകൽക്കാലം സ്തോത്ര ശത്രുവിന്റെ തലയെ തകർത്തവേ നിന്റെ ഭവനത്തിനകത്ത് കാലെടുത്ത് വയ്ക്കുക. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അതേ, ചില വാഴ്ചകളെ, കോട്ടകളെ തകർക്കുവാൻ കഴിയുന്ന, ചിലതിനെ ഉന്മൂലനാശം ചെയ്യുന്ന, ചിലതിനെ നശിപ്പിച്ചു കളയുമെന്ന് പറഞ്ഞ് അതേ സമയമാകുന്നതിന് മുമ്പേ നിന്റെ ജീവിതത്തിൽ നഷ്ടത്തിന്റെ കടക്കൾ കൊണ്ടുവരുക. നിന്റെ ഭവനത്തിനകത്ത് വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ ഈ പകൽക്കാലം നസ്രയം കടന്നു വന്ന് ചില അന്ധകാര മണ്ഡലങ്ങളെ പരിശുദ്ധാത്മ പൊട്ടിക്കുക. സ്തോത്രം. കാരണം ജീവനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ ജീവൻ കൊടുക്കുവാൻ അധികാരമുള്ളവൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നപ്പോ പ്രിയതേ മക്കളെ, നഷ്ടപ്പെട്ടത് അവിടെ വരുവോ തിരിച്ചു വന്നു. ഹല്ലേലൂയ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുത നടക്കാൻ പോക്കിയ. അതേ സ്തോത്രം. നിന്റെ ഭവനത്തിനകത്ത് ഒരു വിടുത നടക്കാൻ പോക്കിയ. മരണത്തിന്റെ ഭവനമെന്ന് പറഞ്ഞ് അതേ ദേശം അറിയേണ്ട ഇടത്തെ സ്തോത്രം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഒരു ഉയർപ്പിന്റെ ഭവനമാക്കി കർത്താവ് മാറ്റി. എങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം നീ പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നഷ്ടത്തിന്റെ കണക്കുകൾ പറയുക. നിന്റെ ഭവനത്തിനകത്ത് കടന്നു വന്ന ചില ശത്രുവിന്റെ മണ്ഡലങ്ങളെ എന്റെ കർത്താവ് ഇന്ന് പൊട്ടിച്ചു മാറ്റിയിട്ട് ജീവൻ കർത്താവ് അതിനകത്തേക്ക് വെളിപ്പെടുത്താൻ പോകുക. കർത്താവ് വരും. നീ കർത്താവിനെ ക്ഷണിക്കണം. ഹല്ലേലൂയ. ഈ പകൽക്കാലം സ്തോത്രം ഒത്തിരി ചില നഷ്ടങ്ങളുടെ മധ്യത്തിൽ നീ നിൽക്കുന്നുണ്ടായിരിക്കാം. പ്രിയതേ മക്കൾ, നിന്റെ ഹൃദയത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാമോ? നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കാമോ? നിന്റെ വിഷയത്തെ കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കർത്താവ് അതിനകത്ത് അത്ഭുതം പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശു കർത്താവ് ഭവനത്തിൽ കടന്നു വന്നു. ജീവൻ നഷ്ടപ്പെട്ടതിനെ ജീവൻ കൊടുത്തു. അതേ, ശത്രു വരുന്നത് തകർക്കാനും മുടിക്കാനും ഇല്ലായ്മ ചെയ്യാനും വരുമ്പോ എന്റെ യേശു കർത്താവ് വന്നത് എന്തിനാ? ജീവൻ കൊടുക്കുവാൻ, സമൃദ്ധിയായ ജീവൻ കൊടുക്കാൻ. ചിലരുടെ ഭവനത്തിനകത്തുനിന്ന് ഡെഡിന്റെ അനുഭവങ്ങളെ കർത്താവ് എടുത്തു മാറ്റിക്കുക. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. മരണത്തിന്റെ അനുഭവങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ചിലരെ ഭവനത്തിനകത്തുനിന്ന് എടുത്തു മാറ്റിയിട്ട് ജീവൻ കർത്താവ് വ്യാപരിപ്പിക്കാൻ പോകിയ. അതേ, മരണത്തിന്റെ കാൽക്കളെ കർത്താവ് നിന്റെ ഭവനത്തിനകത്തുനിന്ന് എടുത്തു കളയും. അതേ, മരണഭയങ്ങൾ. ഹല്ലേലൂയ. അതേ, ചില ജീവനെതിരെയുള്ള ഭീഷണികളെ, മരണത്തിനുള്ള ചില ഭീഷണികളെ കർത്താവ് ഈ പകൽക്കാലം എടുത്തു കളഞ്ഞിട്ട് അതിനകത്തേക്ക് ജീവൻ, അതിനകത്തേക്ക് കർത്താവിന്റെ ജീവൻ. ഹല്ലേലൂയ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു അരുളി ചെയ്ത ആ കർത്താവിന്റെ ജീവൻ പ്രിയ ദൈവ പൈതലെ നിന്റെ മേൽ ഈ പകൽക്കാലം വ്യാപരിക്കാൻ പോകിയ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ഭയത്തെ എടുത്തു മാറ്റാൻ പോകിയ. നിന്റെ കുടുംബത്തിനകത്തുനിന്ന് ചില മരണത്തിന്റെ അനുഭവങ്ങളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പൊട്ടിക്കുന്ന പകൽക്കാലം അത്രേ. ഹല്ലേലൂയ.
അതേ സ്തോത്രം. യേശു കർത്താവ് എന്ത് ചെയ്തു? ബാലെ ഉടനെ എഴുന്നേറ്റു നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഹല്ലേലൂയ. ഇതാരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയൊന്ന് കൽപ്പിച്ചു. അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. പ്രിയതേ മക്കളെ, സ്തോത്രം. കൈവിട്ടു പോയി, നഷ്ടപ്പെട്ടു, ഇനി ഇതിനകത്തൊരു ഉയർപ്പില്ല എന്ന് പറഞ്ഞപ്പോ അവര് വിസ്മയിക്കത്തക്ക രീതിയിൽ അവർ അത്യന്തം വിസ്മയിച്ചു. ഈ പൽക്കലം വിശ്വസിക്കാമോ? കഴിഞ്ഞ നിമിഷങ്ങൾ നീ ഭയപ്പെട്ട വിഷയത്തെ എന്റെ കർത്താവ് നീ വിസ്മയിക്കത്തക്ക രീതിയിൽ അവർ അത്യന്തം വിസ്മയിച്ചു എന്ന് അവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ നീ വിസ്മയിക്കത്തക്ക രീതിയിൽ ഒരു ദൈവ പ്രവൃത്തി. ഹല്ലേലൂയ. നീ ഏത് വിഷയത്തെ ഓർത്താണോ ഭയപ്പെട്ടത്? ഏത് വിഷയത്തിനകത്താണോ നിന്നെ മാനുഷിക വാക്കുകൾ നിന്നെ ഭയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്? ഇപ്പോൾക്കാലം ഞാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു. ചില മാനുഷിക വാക്കുകൾ നിന്റെ ജീവിതത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു, ധൈര്യം ഉണ്ടായിരുന്നു, നീ ബലപ്പെട്ടതാ. പക്ഷേ എവിടെയൊക്കെയോ നീ കേട്ടതായി ചില മാനുഷിക വാക്കുകൾ നിന്റെ ധൈര്യം ചോർന്നു പോയി, വിശ്വാസത്തിൽ നിന്ന് ഡൗൺ ആയി. നീ ഭയത്തിനകത്തു എന്ത് കണ്ടാലും ഭയപ്പെട്ട് നീ ഇരിക്കുന്ന അനുഭവത്തെ ഈ പൽക്കാലം പരിശുദ്ധാത്മ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുകയാ. ഹല്ലേലൂയ. നിനക്ക് പുറത്തിറങ്ങുവാൻ കഴിയാതെ വണ്ണം നിന്നെ ഭയത്തിലാക്കിയ ചില വിഷയത്തെ, ചില മാനുഷിക വാക്കുകൾ ഇങ്ങനെ തെവിട്ട് നിന്റെ മൈൻഡിനകത്ത് നിനക്ക് ഫ്രീ ആക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തെ നിരാശപ്പെടുത്തി കഴിയുമ്പോ, നിന്റെ പ്രാർത്ഥനയെ മാറ്റിക്കളയുമ്പോ ഈ പൽക്കാലം പരിശുദ്ധാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, ചില മാനുഷിക വാക്കുകളെ കർത്താവ് കാര്യമാക്കിയില്ല എങ്കിൽ നിന്നെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ ഭാവിയെക്കുറിച്ച് മനുഷ്യർ പറഞ്ഞ വാക്കുകളെ നീ കാര്യമാക്കണ്ട. കാരണം എന്താ? മനുഷ്യർ പറഞ്ഞ വാക്കുകളെ കർത്താവ് കാര്യമാക്കിയില്ലെങ്കിൽ പ്രിയ ദൈവ പൈതലെ നിന്റെ ജീവിതത്തിനകത്ത് അത് നടക്കത്തില്ല. മനുഷ്യർ പറഞ്ഞതല്ല നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. മനുഷ്യർ പറഞ്ഞതല്ല നിന്റെ കണ്ണുകൊണ്ട് നീ കാണാൻ പോകുന്നത്. നീ അത്യന്തം വിസ്മയിക്കത്തക്ക രീതിയിലുള്ള കാണാൻ പോകുക. അതെ, നീ അത്യന്തം വിസ്മയിക്കത്തക്ക രീതിയിലുള്ള കാണാൻ പോകുക. സ്തോത്രം. യേശു കർത്താവ് അവിടെ എന്താ പറഞ്ഞത്? സ്തോത്രം. കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുക എത്ര എന്നാ പറഞ്ഞത്. സ്തോത്രം. അതേ സ്തോത്രം. അതേ യായിറോസിനോട് ബാല്യക്കാരൻ അത് പറഞ്ഞത് എന്താ? കുട്ടി മരിച്ചുപോയി. ഒരു ഡെഡ് ബോഡി കാണാനായിട്ട് പോയ ഇടത്താ യേശു കർത്താവ് പറയുന്നത് മരിച്ചിട്ടില്ല, കുട്ടി ഉറങ്ങി എത്ര. സ്തോത്ര. അതേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ആ വിഷയത്തെ അങ്ങ് ചേഞ്ച് ചെയ്യിപ്പിച്ചു. ഈ പകൽക്കാലം സ്തോത്രം, നിന്നെ കണ്ണുകൊണ്ട് ചില വേണ്ടാത്തത്, അതെ നിന്റെ കണ്ണുകൊണ്ട് നിരാശപ്പെടുത്തുന്നത് ചിലത് കാണിപ്പിക്കുമെന്ന് ശത്രുമണ്ഡലം വാദിക്കുമ്പോ ഈ പകൽക്കാലം ഞാൻ നിന്നെ നോക്കി വിളിച്ചു പറയട്ടെ, നീ അത്യന്തം വിസ്മയിക്കുന്ന ചിലത് കാണാൻ പോകിയ. നീ അത്യന്തം വിസ്മയിക്കുന്നത് എവിടെ കൊണ്ട് അവസാനിച്ചു, എവിടെ കൊണ്ട് തീർന്നു എന്ന് പറഞ്ഞത് ആ വിഷയത്തിനകത്ത് അത്യന്തം വിസ്മയിക്കത്തക്ക രീതിയിലുള്ള ചില ദൈവ പ്രവർത്തികൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഭയപ്പെടാതെ വിശ്വസിക്കുക. അത്യന്തം വിസ്മയിക്കത്തക്ക രീതി ഒരു ദൈവ പ്രവർത്തി യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്നെ ഭയപ്പെടുത്തിയ വിഷയത്തിനകത്ത് എന്റെ സ്വർഗത്തിലെ ദൈവം ചെയ്യും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങളിൽ തരുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. കർത്താവേ, അവർ അത് കണ്ടു അത്യന്തം വിസ്മയിച്ചു. ഈ പകൽക്കാലം അവരെ ഭയപ്പെടുത്തിയ വിഷയത്തിനകത്ത്, അവർ ഭയത്തോടിരിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ എന്റെ സ്വർഗത്തിലെ ദൈവമേ, അവരെ അത്യന്തം വിസ്മയിക്കത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണമേ. ചില ഭവനത്തിന്റെ അകത്ത് നിന്ന് മരണദൂതൻ പുറത്തു പോകട്ടെ, ജീവൻ ആ ഭവനത്തിലേക്ക് വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് അങ്ങോട്ട് സന്നിധി കൊണ്ട് വച്ച് വിഷയത്തിന് വേണ്ടി ഇരുന്നപ്പോ അതേ സ്തോത്ര പ്രതീക്ഷകൾ കൈവിട്ടു പോകത്തക്ക രീതി ചില വർത്തമാനങ്ങൾ കേട്ടത് മുഖാന്തരം നിരാശപ്പെട്ട് ആകുലപ്പെട്ടിരിക്കുന്ന തന്റെ പ്രിയ ജനത്തെ ഈ പകൽക്കാലം ഉറപ്പിക്കണ, നഷ്ടപ്പെടാൻ ഇടയാകാത്തവണ അതിലേക്ക് ജീവൻ വ്യാപരിപ്പിക്കുന്ന സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കര കർത്താവെ ഈ പകൽക്കാലം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുന്നതിനാ സ്തോത്രം. തന്റെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.